നമസ്കാരം, എൻ്റെ സ്വാമ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നു അല്ലേ? നമുക്കറിയാം ഫെബ്രുവരി 21 എക്സാമിനേഷൻ. അപ്പം ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനാണ്, അപ്പോൾ ടെൻഷനാണെന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് കുട്ടികളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോട് പറയാനുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഹാർഡ്ലി ഒരു മന്താണുള്ളത് ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ അല്ലേ? ഒരു 22 ദിവസം അല്ലെങ്കിൽ ഒരു 23 ദിവസം, ഒരു മന്ത് ഇല്ല. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ തിയറി വാസ്റ്റാണ്. നമുക്ക് സിലബസ് DID അറിയാം അല്ലേ? വളരെ വാസ്റ്റായിട്ടുള്ള സിലബസാണ്, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഇരുന്ന ടോപ്പിക്സ് കവർ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തീർന്നോളണമെന്നില്ല. എല്ലാ ടോപ്പിക്സും തീർക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം നമുക്കറിയാം ടൈം ലിമിറ്റഡ് ആണ്. അപ്പോൾ ടോപ്പിക്സ് തീരാതെ വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 21 ഡേയ്സ് അല്ലെങ്കിൽ 22 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സിൽ മാക്സിമം MCQs നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കുക. അത് നോക്കുമ്പോൾ ഒരിക്കലും ഒരു സബ്ജക്റ്റ് മാത്രം ഒരു ദിവസം അങ്ങനെ വെച്ചിട്ട് നോക്കരുത്. ഒരു ദിവസം ഒരു 3 സബ്ജക്ട്സ്, ആ 3 സബ്ജക്റ്റിൽ ഓരോ സബ്ജക്റ്റിൻ്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് മതി, അല്ലെങ്കിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. എന്നിട്ട് ഒരു 60 ക്വസ്റ്റ്യനോ 80 ക്വസ്റ്റ്യനോ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇനി എന്ത് ചെയ്യുക, ഷോർട്ടായിട്ട് നമ്മുടെ ഫ്ലാഷ് കാർഡ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുള്ളറ്റിനായിട്ടോ ഫ്ലോ ചാർട്ടായിട്ടോ ഡയഗ്രാമായിട്ടോ ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ട് നോട്ടാക്കി എഴുതി വയ്ക്കുക. ഒരു പോക്കറ്റ് ഡയറി എടുക്കുക ചെറുത്, എന്നിട്ട് അതിൽ എഴുതി വയ്ക്കുക. അപ്പോൾ മാക്സിമം ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്ക് ഈ സമയം കൊണ്ട് MCQs കവർ ചെയ്യാം. ഒരുപാട് MCQs കിട്ടുന്ന അത്രത്തോളം MCQs എന്ത് ചെയ്യുക, കവർ ചെയ്യാം. MCQs കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു MCQ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ആ ഓപ്ഷൻ ഒന്ന് നോക്കുക. ആ ഓപ്ഷനിൽ എന്തൊക്കെ ആൻസേഴ്സ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, വേറെ ക്വസ്റ്റ്യൻ എന്ത് വരാൻ ചാൻസ് ഉണ്ടെന്നൊന്ന് വിലയിരുത്തിയിട്ട് MCQ നോക്കി പോവുക. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരിക്കലും തിയറി എല്ലാം വായിച്ചിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിച്ചാൽ ചുമ്മാ വായിച്ചു പോയതുകൊണ്ട് നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല അല്ലേ? നമ്മൾ പഠിക്കുന്ന എന്താണോ ആ പോർഷൻ നമുക്ക് നല്ല തറവായിട്ട് അല്ലെങ്കിൽ ഒരുവിധം മനസ്സിലായെങ്കിൽ മാത്രമേ, ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ MCQs ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്നത് MCQs മാക്സിമം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് അതിലൂടെ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി പോർഷൻസ് പഠിച്ചു പോവുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും പറയുന്നുണ്ട് ടെൻഷനാണെന്ന്. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയം ഉണ്ടെന്ന് ഓർക്കുക. ഇനിയും വൈകില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏർലി ആസ് സൂൺ ആസ് പോസിബിൾ പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. മിക്കവരും 90% ആളുകളും പ്രിപ്പയർ ചെയ്യുന്നവരാണ്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരാണ്. അപ്പം പറയാണ്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് കാരണം നമ്മൾ വിചാരിക്കുന്ന അത്രയും പോലും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് സ്ട്രെസ് റിലീഫായിട്ട്, സ്ട്രെസ് ബസ്റ്ററായിട്ട്, ബേൺ ഔട്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് സ്ട്രെസ് കുറച്ചൊക്കെ കാണും, കുറച്ചൊക്കെ പേടി വേണം, എന്നാലേ നമുക്ക് ആ ഒരു ചൂടിൽ പഠിച്ച് നമ്മൾ എത്തുള്ളൂ അല്ലേ? പക്ഷെ ഓവർ സ്ട്രെസ് ആയാലും എന്താ സംഭവം, നമുക്കൊന്നും തീർക്കാൻ പറ്റാത്ത അവസ്ഥയാവും, നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്ന അവസ്ഥയാവും. അപ്പം അതിലോട്ടൊന്നും എത്താതെ ഇനിയുള്ള 20 ദിവസങ്ങൾ നല്ല എന്താ പറയുക, ഫ്രൂട്ട്ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും, നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, എത്ര നേരം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലിരിക്കും, എങ്ങനെ പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിലിരിക്കും എന്നുള്ള കാര്യം ഓരോരുത്തർക്കും അത് വ്യത്യാസമാണ് അല്ലേ? അപ്പം നിങ്ങളെപ്പോലെ അറിയാവുന്ന വേറെ ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങളുടെ ടീച്ചേഴ്സിന് പോലും നിങ്ങളെ നന്നായിട്ട് അത്രയ്ക്ക് പറഞ്ഞു തരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് എന്താ ചെയ്യുക, ഇടയ്ക്ക് ഗ്യാപ്പ് കുറച്ചൊക്കെ ഇട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിങ്ങനെ ബേൺ ഔട്ടായി പോകാതെ ചെറിയ ചെറിയ ഇൻ്റർവെൽസിൽ ഗ്യാപ്പ് ഇട്ട് പഠിക്കുക. ഉള്ള സമയം വേസ്റ്റ് ആക്കാതെ, ഒട്ടും ടെൻഷൻ ആവാതെ, സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കുക. എന്തായാലും നമ്മുടെ വഴിയിൽ ഈ എക്സാമിനേഷൻ ഉണ്ട് നമ്മുടെ മുന്നിൽ, നമ്മൾ എന്തായാലും എഴുതിയേ പറ്റുള്ളൂ, നമ്മൾ എഴുതും. അപ്പോൾ നിങ്ങൾക്ക് 2 ചോയ്സാണ് ഉള്ളത്. ഒന്ന് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് പോർഷൻസ് ഒന്നും തീർന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര റിഗ്രറ്റിൽ എഴുതാം, അല്ലെങ്കിൽ ഉള്ള സമയം MCQs മാക്സിമം അല്ലെങ്കിൽ ഇത് ചെയ്ത് സോൾവ് ചെയ്ത് റിലേറ്റഡ് പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതാം. അപ്പം അത് രണ്ടാമത് പറഞ്ഞത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ? അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഇനിയുള്ള സമയങ്ങൾ
വിലപ്പെട്ടതാണ്. നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക, നല്ല രീതിയിൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.